ഹലോ ഗായ്സ്, ഇത് നമുക്കൊരു ബീട്രൂട്ട് പച്ചടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് നമ്മൾ ചോപ്പറിൽ വെച്ചിട്ട് അരിയുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മൾ ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കത്തി വെച്ചിട്ടും ചെറുത കുഞ്ഞുകുനാന്ന് അരിഞ്ഞെടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ബീട്രൂട്ടൊക്കെ അരിഞ്ഞിവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് ചട്ടിയിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമ്മളൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം വേവിക്കണം. അപ്പം നമ്മുടെ ബീട്രൂട്ടൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരണ്ടാം. അങ്ങനെ ഒരു മിക്സിന്റെ ജാറിലോട്ട് കുറച്ച് തേങ്ങയും എരിവിനാവശ്യമായിട്ട് 2 പച്ചമുളകും പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും 4-5 ചെറിയുള്ളിയും ഒരു 3-4 അള്ളി വെളുത്തുള്ളിയും ഒരു കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് ജീരകവും പിന്നീട് നമ്മുടെ തൈരുമാണ് ചേർക്കേണ്ടത്. അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മളൊന്ന് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചൂടാറി കഴിയുമ്പോഴത്തേക്കിനും ഇപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇങ്ങോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്തതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പായിട്ടുള്ള കടുക് താളിക്കലാണ് അടുത്ത് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. പിന്നീട് നമ്മുടെ കടുക്, കുറച്ച് ഉലുവ, പിന്നെ കുറച്ച് കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ച് ചെറിയുള്ളി, ഒരു 2 വറ്റൽമുളക്, പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആക്കുമ്പോഴത്തേക്കിനും നമുക്ക് ഈ ഒരു മിക്സ് എടുത്ത് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പച്ചടി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ സദ്യക്കൊക്കെ കിട്ടുന്ന പച്ചടി പോലെ തന്നെയാണ്. അപ്പോൾ സദ്യ ഇല്ലാത്ത സമയത്ത് നമുക്ക് വീട്ടിലൊരു കറിയൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പം ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു വിത്ത് ദ നെക്സ്റ്റ് റെസിപ്പി.